ആദ്യം കാണുന്നത് നമ്മുടെ 68 69 ആദ്യം MSC സാറ് വിത്ത് MS വിശ്വനാഥൻ ഓർക്കസ്ട്ര, ഫുൾ ഓർക്കസ്ട്ര, കാലിക്കറ്റ് സാമറിൻ സ്കൂളിൽ. അപ്പോൾ അന്ന് തന്നെ നമ്മുടെ രഘുകുമാർ രഘുല്ലേ, എൻ്റെ അമ്മ, ഞങ്ങൾ ബന്ധുക്കളാണല്ലോ. അപ്പോൾ ലീലാമ്മ എന്ന് പറയും, അവർ വിളിച്ചു, ജയൻ വരണം, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന് പാടണം. അപ്പോൾ എനിക്ക് പാട്ടുകൾ 1-2 പാട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കോഴിക്കോട്ട് തന്നു, സാമറിൻ സ്കൂള് കാറ്റടിച്ചോ പാടി തന്നു. കാറ്റടിച്ചു അതാ പാടിയത്. അങ്ങനെ MS സാറിൻ്റെ കാണുന്നതും, സുശീലാമ്മയെ കാണും, TMS കാണും, PB ശ്രീനിവാസനെ കാണും, അങ്ങനെ ഈ ഓർക്കസ്ട്രയെ കാണും. ഓർക്കസ്ട്ര, അന്നത്തെ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് വയലിൻസ് എന്ന് പറഞ്ഞാൽ അന്ന് ഹെൻറി ഡാനിയൽ, റാണി റൂഡി, ശ്യാം ജോസഫ് ലീഡ് വയലിനിസ്റ്റ്. പിന്നെ അപ്പുറത്തൊക്കെ ഓരോ 10-30 വയലിൻസ്, ഓരോരോ സ്റ്റാൻഡ് 10 പുറത്ത് 5, 8 അങ്ങനെ കുറേ 10-30 വയലിൻസ് ഉണ്ടാവും, ഒരു വയലിൻസ് മാത്രം. പിന്നെ ബ്രാസ് സെക്ഷൻ, അങ്ങനെ ഓരോ ഇങ്ങനെ ഇതാണ്. റിഥം, സിത്താർ, സ്ട്രിങ് സിത്താർ, ഫ്ലൂട്ട്, 2 ഫ്ലൂട്ട്, തബല പ്രസാദ് മാത്രമല്ല, തബല പ്രസാദ്, ഡോലക്, ബോങ്കോസ്, ശങ്കർ ഗണേശ് ആണ് ബോങ്കോസ്. പിന്നെ ഗോപാലകൃഷ്ണൻ ഡോലക്, 2 തബല, അതിനിടയിൽ പട്ടം സദൻ, സിംഗറാണ്. അങ്ങനെ സ്പെഷ്യൽ എഫക്ട്, കിളിയുടെ ശബ്ദം, മിമിക്രി. മാത്രമല്ല അദ്ദേഹം വലിയ സിംഗർ ആയിരുന്നല്ലോ. പിന്നെ ഉള്ള ആളായിരുന്നു. അതൊരു ഇറ്റ് വാസ് ലൈക്ക് എ ഫെസ്റ്റിവൽ. അന്നൊരു ഫെസ്റ്റിവലായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ വയലൻസ് വരുന്നതും, ഓരോരുത്തർ ഓട്ടോറിക്ഷയിൽ വന്നങ്ങനെ ഇറങ്ങും, ഡബിൾ ബേസ്, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഉത്സവമാണ്, ഉത്സവ പ്രതി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും ഓർക്കസ്ട്രയുടെ നടുവിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ മഹാൻ, ചെറിയൊരു മനുഷ്യൻ, ഹാർമോണിയം വായിച്ചു. അതെല്ലാം ഈ എല്ലാ ബിറ്റും അദ്ദേഹം ഹാർമോണിയത്തിൽ വായിച്ച് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നു. പിന്നെ നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഒരു ലൈൻ പാടുമ്പോൾ അദ്ദേഹം ആസ്വദിക്കുന്നതാണ്. ഓ ഗ്രേറ്റ് അപ്പ